ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതിനെ പിടിച്ച് കെട്ടുക എന്നൊക്കെ പറയില്ല. അതായത് ശ്രുതി കാരണം തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാവരുത്, അതിന് വേണ്ടിയിട്ടാണ് ശ്രുതിനെ അശ്വിൻ കല്യാണം കഴിച്ചത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ താലി കിട്ടിയപ്പോൾ ഒന്നും മിണ്ടാതിരുന്നത്. കാരണം അശ്വിൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ ചേച്ചിയുണ്ടല്ലോ പ്രീതി എൻ്റെ വീട്ടിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കില്ല, അവളുടെ ജീവിതവും ഏറെക്കുറെയൊക്കെ ഞാൻ തന്നെ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന രീതിയിലൊക്കെ അശ്വിൻ പറയും. അപ്പോൾ അതുകൊണ്ട് തൻ്റെ ചേച്ചിയുടെ ജീവിതം നശിയേണ്ട എന്ന് വെച്ചിട്ടാണ് ശ്രുതി അശ്വിൻ്റെ താലിക്ക് മുമ്പിൽ കഴുത്ത് കുനിച്ചു കൊടുത്തത്. പക്ഷെ അതിനുശേഷം ഒരു വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർ സ്നേഹത്തോട് കൂടി തന്നെയാണ് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഇവർ തമ്മിലുള്ള അകൽച്ച. അപ്പോൾ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ പറയും ഇവരുടെ ആചാരപ്രകാരം തന്നെ ഇവരുടെ കല്യാണം കഴിച്ചത്. അതായത് ഇവർ അമ്പലത്തിൽ പോയി താലി കെട്ടി ശരിയാണ്, ബാക്കിയെല്ലാം ആചാരപ്രകാരം തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ശ്രുതിനെ കൊണ്ടിട്ട് ഇങ്ങനെ അവിടുത്തെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കുക. അതായത് പെണ്ണ് ചെയ്യേണ്ട ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളുണ്ടല്ലോ. വലതുകാലം വെച്ച് കയറുക, അതിനുശേഷം പാലും പഴമൊക്കെ അവർക്ക് കൊടുക്കുക, അങ്ങനത്തെ ചടങ്ങൊക്കെ വെക്കും കേട്ടോ. അതിനുശേഷം അശ്വിൻ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ പറ്റില്ല അശ്വിൻ, നമ്മുടെ വീടിൻ്റെ ആചാരം നിനക്കറിയാലോ, പെണ്ണിനെ എടുത്തിട്ട് വേണം റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ശ്രുതിനെ എടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം അശ്വിൻ പറയണ്ടേ ഞാൻ എടുക്കണമെന്നും ഇല്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ടേ, അതെന്താ നീ ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചില്ല, പിന്നെ നിനക്ക് എന്താ എടുത്താൽ ഇത്ര കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അശ്വിൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അശ്വിൻ ശ്രുതിനെ തൂക്കിയെടുത്തിട്ട്, അതായത് പൊക്കിയെടുത്തിട്ട് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ പൊക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം കേട്ടോ. അശ്വിൻ അങ്ങനെയൊന്നും നോക്കത്ത് പോലുമില്ല ശ്രുതിനെ. പക്ഷേ ശ്രുതിക്ക് അശ്വിൻ തൻ്റെ ഭർത്താവാണെന്നൊരു ബോധം നന്നായിട്ടുണ്ട്. കാരണം 6 മാസത്തേക്കാണെങ്കിലും ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറുന്നത് ആ രീതിയിൽ തന്നെയാണ് ശ്രുതി പെരുമാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അശ്വിൻ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ വളച്ച് പിടിച്ചിട്ട് അശ്വിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ റൂമിലേക്ക് പോകും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ.